ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി കേരളത്തിലെ LDF സർക്കാർ മുന്നേറുകയാണെന്ന് മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി. CPI വൈപ്പിൻ മണ്ഡലം സമ്മേളനവും ജന്മശതാബ്ദി ആഘോഷവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ജനക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കി കേരളത്തിലെ LDF സർക്കാർ മുന്നേറുകയാണെന്ന് മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി CPI വൈപ്പിൻ മണ്ഡലം സമ്മേളനവും ജന്മശതാബ്ദി ആഘോഷവും ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അഭിപ്രായപ്പെട്ടു. നടക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആ സംഘടനാ സമ്മേളനങ്ങളിലേക്ക് മണ്ഡലം സമ്മേളനങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ് ജില്ലാ സമ്മേളനത്തിലേക്ക് നമ്മൾ കടക്കുവാൻ പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ് എന്ന് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇത്തവണ നമ്മുടെ പാർട്ടി കോൺഗ്രസ് നടക്കുന്നത് പഞ്ചാബിലെ ചണ്ഡീഗഡിൽ വെച്ച് നടക്കാൻ പോവുകയാണ്. സെപ്റ്റംബർ മാസം 21 മുതൽ 24 വരെ അത് അവിടെ നടക്കുകയാണ്. നമ്മുടെ തന്നെ നമ്മുടെ സംസ്ഥാന സമ്മേളനം ആലപ്പുഴ ജില്ലയിൽ വെച്ച് സെപ്റ്റംബർ മാസത്തിൽ തന്നെ 9 മുതൽ 11 വരെയുള്ള ദിവസങ്ങളിൽ നടക്കാൻ. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകിയ കാലഘട്ടത്തിൽ 5 ലക്ഷത്തോളം പാവപ്പെട്ട കുടുംബങ്ങളെ ഭൂമിയുടെ അവകാശികളാക്കി പട്ടയം വിതരണം ചെയ്തു. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ ലോക നിലവാരത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം ഉയർന്നു. വ്യവസായ വളർച്ചയിൽ വൻ കുതിപ്പ് നേടാനായി ഒരു ഫോൺ കോളിൽ വീടുകളിലെത്തി ചികിത്സയേകുന്ന വിധം ക്ഷീരകർഷകർക്ക് താങ്ങാവുവാനും രാജ്യത്ത് പാലുൽപാദനത്തിൽ സംസ്ഥാനത്തിന് റെക്കോർഡ് വളർച്ച സൃഷ്ടിക്കുവാനും ഈ ഭരണകാലത്ത് കഴിഞ്ഞതായും മന്ത്രി അഭിപ്രായപ്പെട്ടു. പി രാജു നഗറിൽ നടന്ന സമ്മേളനം രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പാർച്ചന നടത്തി ആരംഭിച്ചു. MB അയൂബ്, PS ഷാജി, CA കുമാരി, VS രഞ്ജിത്ത് തുടങ്ങിയവർ ഉൾപ്പെട്ട പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. സംസ്ഥാന സെക്രട്ടറി ബിജോയ് വിശ്വം, സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കമല സദാനന്ദൻ, സംസ്ഥാന കൌൺസിൽ അംഗങ്ങളായ T രഘുവരൻ, N അരുൺ, AYF ജില്ലാ പ്രസിഡന്റ് PK രമേശ്, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KA നവാസ്, താര ദിലീപ്, MM ജോർജ്, രാജേഷ് കാവുങ്കൽ, ഡിവിൻ കെ ദിനകരൻ തുടങ്ങിയവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. രാഷ്ട്രീയ റിപ്പോർട്ട് അഡ്വക്കേറ്റ് NK ബാബുവും പ്രവർത്തന റിപ്പോർട്ടും കണക്കും മണ്ഡലം സെക്രട്ടറി KL ദിലീപ് കുമാറും അവതരിപ്പിച്ചു. 2 ദിവസങ്ങളിലായി ചർച്ചകൾ പൂർത്തിയാക്കി റിപ്പോർട്ടുകളും കണക്കുകളും അംഗീകരിച്ചു. സ്വാഗത സംഘം ജനറൽ കൺവീനർ PG ഷിബു സ്വാഗതവും KJ ഫ്രാൻസിസ് രക്തസാക്ഷി പ്രമേയവും ജില്ലാ കൌൺസിൽ അംഗം PO ആന്റണി അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. സ്വാഗത സംഘം ട്രഷറർ TK ഗോപാലകൃഷ്ണൻ നന്ദിയും രേഖപ്പെടുത്തി.